എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഐയുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓർക്കുന്നുണ്ടോ? നിയർ പോയിന്റ്, ഫാർ പോയിന്റ്, അതുപോലെ തന്നെ ദൂരെയുള്ള വസ്തുക്കളെ കാണുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഫോക്കൽ ലെങ്തിന് വ്യത്യാസം വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് റെറ്റിനയിൽ കറക്റ്റ് ഇമേജ് ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കട്ടോ. നിയർ പോയിന്റും ഫാർ പോയിന്റും അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ പല രീതിയിൽ വസ്തുക്കളെ കാണുന്നുണ്ട്. അകലെയുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളെയും ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരു 3 പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. 3 പിക്ചേഴ്സിൽ താൻ നോക്കിയേ, ഇമേജ് എവിടെയാണ് രൂപപ്പെടുന്നത് നോക്കിയേ. ഏതാ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ സെയിം ആണ്. 3 പിക്ചേഴ്സിലും ഒബ്ജക്റ്റിന്റെ പൊസിഷൻ സെയിം ആണ്. ആദ്യത്തെ പിക്ചർ നോക്കിയേ, ഇമേജ് ഉണ്ടാകുന്നത് എവിടെയാണ്? ഇതാണ് ഇമേജിന്റെ പൊസിഷൻ. അതായത് എവിടെയാണ് ഉണ്ടാകുന്നത്? റെറ്റിനയുടെ ഫ്രണ്ടിലാണ്, ഇല്ലേ? ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റിന എന്ന് നമുക്ക് പറയാം, അല്ലേ? ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റിനയുടെ മുൻവശത്തായിട്ടാണ് ഇമേജ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ പിക്ചറിൽ നോക്കിയേ, റെറ്റിന എവിടെയാണ്, അല്ലെ? ഇമേജ് ഉണ്ടാകുന്നത് എവിടെയാണ്? ബാക്ക് സൈഡ് ഓഫ്, അല്ലെങ്കിൽ ബിഹൈൻഡ് ദ റെറ്റിന എന്ന് പറയാം, ഇല്ലേ? ബിഹൈൻഡ് ദ റെറ്റിനയുടെ പുറഭാഗത്തായിട്ടാണ് ഇമേജ് ഉണ്ടാകുന്നത്. മൂന്നാമത്തെ പിക്ചറിലോ ഇമേജ് ഉണ്ടാകുന്നത് എവിടെയാണ്? റെറ്റിനയിൽ തന്നെയാണ്, ഇല്ലേ? അപ്പൊ റെറ്റിനയിൽ തന്നെയാകുമ്പോൾ നമുക്കറിയാം, നമുക്ക് ക്ലിയർ ആയിട്ട് അതാണ് കറക്റ്റ് രീതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് പ്രതിബിംബം ഉണ്ടാകുന്നത് റെറ്റിനയിലാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആ വസ്തുവിനെ കാണാൻ സാധിക്കും. അപ്പം ഈ രണ്ട് കേസിലും എന്താണ് കൃത്യമായിട്ട് ഒബ്ജക്റ്റിനെ കാണാൻ സാധിക്കുമോ? വസ്തുവിന്റെ പ്രതിബിംബം ഇവിടെ ഉണ്ടാകുന്നുണ്ടോ റെറ്റിനയിൽ? ഇല്ല. അതായത് ഒന്ന് റെറ്റിനയുടെ മുൻഭാഗത്തായിട്ടും ഒന്ന് റെറ്റിനയുടെ പുറകുവശത്തായിട്ടുമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ക്ലിയർ ആയിട്ട് ഇമേജ് ഉണ്ടാകുന്നുണ്ടോ അവിടെ? ഇല്ല. അല്ലെങ്കിൽ വസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ രണ്ട് കേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ണിന്റെ ഡിഫക്റ്റ് മൂലമാണ്. കണ്ണിന്റെ ചില പ്രത്യേകതകൾ മൂലമാണ്, അല്ലെങ്കിൽ പോരായ്മകൾ മൂലമാണ് ഈ രണ്ട് കേസും സംഭവിക്കുന്നത്. അത് ഒന്നെന്ന് പറഞ്ഞിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഐബോൾ ഉണ്ടല്ലോ, ഐബോൾ അല്ലെങ്കിൽ നേത്രഗോളം. ഈ നേത്രഗോളത്തിന്റെ വലിപ്പത്തിന് വ്യത്യാസം വരും. വലിപ്പം കൂടുതൽ, സൈസ് കേട്ടോ, സൈസ് ഓഫ് ഐബോൾ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ അത് സംഭവിക്കാം. അല്ലെങ്കിൽ ലെൻസ് ഉണ്ടല്ലോ, ലെൻസിന്റെ പവർ ഓഫ് ലെൻസ് കേട്ടോ, ലെൻസിന്റെ പവർ കൂടിയിരുന്നാലും ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഈ രണ്ട് ഡിഫക്റ്റുകളൊക്കെ സംഭവിക്കാം. ഇനി ചിലപ്പോൾ ഐബോൾ കറക്റ്റ് ആണെങ്കിലും ലെൻസിന്റെ പവറിന് വ്യത്യാസം വന്നാലും ഈ ഡിഫക്റ്റ് ഒക്കെ സംഭവിക്കാം. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ചില റെമഡീസുകളൊക്കെ ചെയ്യാറുണ്ട്. റെമഡീസുകളൊക്കെ ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇമേജ് റെറ്റിനയിൽ പതിപ്പിക്കും. അപ്പം ആ സമയത്തായിരിക്കും നമുക്ക് കൃത്യമായിട്ട് ഇമേജുകൾ ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഈ ഓരോരോ സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. ഇമേജ് റെറ്റിനയുടെ ഫ്രണ്ടിൽ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ഇമേജ് റെറ്റിനയുടെ പുറകുവശം ഉണ്ടാകുന്നു. ഡിഫക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം ആ ഡിഫക്റ്റിനൊക്കെ ഓരോ പേരുകളുണ്ട്. അപ്പൊ അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമേ നമുക്ക് നോക്കാനുള്ളത്, ഈ പിക്ചർ നോക്കിയേ. ഇവിടെ ഇമേജ് ഉണ്ടായിരിക്കുന്നത് എവിടെയാണ്? ഇവിടെ ഇമേജ് ഉണ്ടായിരിക്കുന്നത് ഇവിടെയാണ്. അതായത് എന്താണ്? റെറ്റിനയുടെ ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റിനയുടെ മുൻഭാഗത്താണ് ഇമേജ് ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? റെറ്റിനയുടെ മുൻഭാഗത്ത് ഇമേജ് ഉണ്ടായി. അപ്പൊ നമുക്ക് വസ്തുവിനെ കാണാൻ സാധിക്കുന്നില്ല. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പം ആ ഒരു കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് ഹ്രസ്വദൃഷ്ടി, അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്നെസ് എന്ന് പറയും. ഹ്രസ്വദൃഷ്ടി എന്ന് പറയും, ഷോർട്ട് സൈറ്റ്നെസ് അല്ലെങ്കിൽ മയോപ്പിയ, അല്ലെങ്കിൽ നിയർ സൈറ്റ്നെസ് എന്നൊക്കെ പറയും. അതായത് ഈ ഒരു കണ്ടീഷനിൽ എന്താണ്? അടുത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കും. കണ്ടോ? അടുത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കും, പക്ഷെ അകലെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കില്ല. അടുത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കും. ഈ ഒരു കണ്ടീഷൻ അതാണ് കേട്ടോ. ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമല്ലോ, അല്ലേ? പക്ഷെ ഒരുപാട് ദൂരം, നമ്മുടെ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് ഉണ്ട്, എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന ഒരു റേഞ്ച് ഉണ്ട്. അതിലുള്ളിലാണെങ്കിലും നോർമലി കാണാൻ സാധിക്കും. പക്ഷെ ഇങ്ങനെ ഈ ഡിഫക്റ്റ് ഉള്ളവർക്ക് എന്താണ്? ആ ഒരു റേഞ്ചിലുള്ള വസ്തുക്കളെ പോലും കാണാൻ സാധിക്കില്ല. ഏറ്റവും അടുത്തുള്ള വസ്തുക്കളെ മാത്രമേ ഉള്ളൂ കാണാൻ സാധിക്കത്തുള്ളൂ. കണ്ണിന്റെ ഈ ഒരു ന്യൂനത, അതിനെ പറയുന്ന പേരാണ് ഹ്രസ്വദൃഷ്ടി, അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്നെസ്, അല്ലെങ്കിൽ നിയർ സൈറ്റ്നെസ് എന്നൊക്കെ പറയും കേട്ടോ. നിയർ സൈറ്റ്നെസ് എന്ന് പറയും. അടുത്തുള്ള വസ്തുക്കളെ കാണാം, അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് എന്നൊക്കെ പറയാല്ലേ. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് മയോപ്പിയ. ക്ലിയർ ആയല്ലോ? അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഫാർ പോയിന്റ് ഉണ്ടല്ലോ, നമുക്കറിയാം നോർമലി ഫാർ പോയിന്റ് ഇൻഫിനിറ്റിയിലായിരിക്കും. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ ഇവരുടെ ഫാർ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻഫിനിറ്റി ആയിരിക്കുകയല്ല. ഫാർ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻഫിനിറ്റി കേട്ടോ, ഇൻഫിനിറ്റി ആയിരിക്കുകയല്ല ഇവരുടെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലല്ല? ഫാർ പോയിന്റ് ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കളെ കാണാം. പക്ഷെ ഇങ്ങനെയുള്ള ഈ ഡിഫക്റ്റ് ഉള്ളവർക്ക് ഫാർ പോയിന്റ് ഒരിക്കലും ഇൻഫിനിറ്റി ആയിരിക്കുകയല്ല.
അതിന് കാരണം എന്താണ്? ഒന്നുകിൽ ഞാൻ പറഞ്ഞു, ഞാൻ 2 റീസൺസ് മുമ്പേ പറഞ്ഞില്ലായിരുന്നു. ഒന്നുകിൽ ഐബോളിന്റെ സൈസ് ഓഫ് ഐബോൾ കേട്ടോ, എന്താണ് സൈസ് ഓഫ് ഐബോൾ കേട്ടോ, സൈസ് ഓഫ് ഐബോൾ, ഐബോളിന്റെ സൈസ് കൂടുതലായിരിക്കാം. അല്ലെങ്കിൽ എന്താണ് പവർ ഓഫ് ലെൻസ്, പവർ ഓഫ് ലെൻസ്, ലെൻസിന്റെ പവർ കൂടുതലായിരിക്കാം. ചിലപ്പോൾ ഐബോളിന്റെ സൈസ് നോർമൽ ആയിരുന്നാലും ലെൻസിന്റെ പവർ കൂടിയാലും ഈ ഒരു ഡിഫക്റ്റ് ഉണ്ടാകും. ക്ലിയർ ആയല്ലോ പറഞ്ഞപ്പോൾ ദാറ്റ് ഈസ് നോൺ ആസ് ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്നെസ് അല്ലെങ്കിൽ മയോപ്പിയ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതായത് അകലെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കുന്നതിൽ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കും. അപ്പൊ ഇതാ ക്വസ്റ്റ്യൻസ് നോക്കാമേ. When an object is placed at a distant point P are shown in the figure, where will be the image formed? വസ്തു കണ്ണിൽ നിന്ന് P അകലെ എന്ന സ്ഥാനത്തായിരിക്കുമ്പോൾ പ്രതിബിംബം എവിടെയാണ്? കണ്ടോ, വസ്തു കണ്ണിൽ നിന്ന് P എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. അപ്പൊ പ്രതിബിംബം എവിടെയാണ് രൂപപ്പെട്ടത്? ഇൻ ഫ്രണ്ട് ഓഫ്, അല്ലെ, ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റിന എന്ന് പറയാം. ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റിന, ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റിന, റെറ്റിനയുടെ മുന്നിൽ, അല്ലെ, റെറ്റിനയുടെ മുന്നിലാണ് പ്രതിബിംബം ഉണ്ടായത്. ക്യാൻ ദ ഒബ്ജക്ട് ബി സീൻ ക്ലിയർലി? അപ്പൊ ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ? നോ, ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ക്യൂ? ഒബ്ജക്റ്റ് ക്യൂവിൽ വന്നു, അതായത് ഇച്ചിരി അടുത്ത് വന്നു. അപ്പൊ എങ്ങനെയാണ് ഒബ്ജക്റ്റിനെ കാണാൻ സാധിക്കും, ഇല്ല, ഒബ്ജക്റ്റിനെ കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പം ഒബ്ജക്റ്റ് അല്ലാണ്ട് അടുത്ത് വന്നപ്പോൾ നമുക്ക് ഒബ്ജക്റ്റിനെ കാണാൻ സാധിക്കും. അപ്പൊ ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കുന്നില്ല, അടുത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? ദാ ഡിഫക്റ്റ് ഈസ് എ ഷോർട്ട് സൈറ്റ്നസ്. അതിന് കാരണം എന്താണ്? അവരുടെ ഫാർ പോയിന്റ് കേട്ടോ, ഫാർ പോയിന്റ് അനന്തതയിലായിരിക്കില്ല. ഫാർ പോയിന്റ് ഈസ് നോട്ട് ഇൻഫിനിറ്റി എന്ന് പറയാം. ഫാർ പോയിന്റ് ഇൻഫിനിറ്റിയിലായിരിക്കില്ല, അതായത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലായിരിക്കും അവരുടെ ഫാർ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് വസ്തുക്കളെ കാണാൻ സാധിക്കാത്തത്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, ഐബോളിന്റെ അല്ലെങ്കിൽ നേത്രഗോളത്തിന്റെ വലിപ്പത്തിന് വ്യത്യാസം വരെ. ഇപ്പൊ വലിപ്പം ഒരുപോലെ ആയിരുന്നാലും ലെൻസിന്റെ പവർ കൂടിയാൽ എന്ത് സംഭവിക്കും? ഈ ഡിഫക്റ്റ് സംഭവിക്കും. ക്ലിയർ ആയല്ലോ? ഇതാ നോക്കുക കേട്ടോ. വൈ ക്യാൻ സച്ച് പീപ്പിൾ സീ ഡിസ്റ്റന്റ് ഒബ്ജക്ട് ക്ലിയർലി? എന്താണ് ഇത്തരക്കാർക്ക് അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്ത എന്തുകൊണ്ടായിരിക്കാം? എന്താണ്? ഫോർ പീപ്പിൾ വിത്ത് ദിസ് ഡിഫക്റ്റ് ദ ഫാർ പോയിന്റ് വിൽ നോട്ട് ബി അറ്റ് ഇൻഫിനിറ്റി, ഇറ്റ് വിൽ ബി അറ്റ് എ സർട്ടൺ ഡിസ്റ്റൻസ് ഫ്രം ദ ഐ. ഈ ന്യൂനതയുള്ളവരുടെ ഫാർ പോയിന്റ് അനന്തതയിലായിരിക്കില്ല, കണ്ണിൽ നിന്നൊരു നിശ്ചിത അകലത്തിലായിരിക്കും. മനസ്സിലായല്ലോ? എന്റെ റീസൺ എന്താണ്? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഷോർട്ട് സൈറ്റ്നസ്? എങ്ങനെ നമുക്ക് പറയാം? സൈസ് ഓഫ് ദ ഐബോൾ, ഐസ്ബോളിന്റെ സൈസ്, നേത്രഗോളത്തിന്റെ വലിപ്പം കൂടുതലായിരിക്കാം കേട്ടോ, നേത്രഗോളത്തിന്റെ വലിപ്പം കൂടുതലായിരിക്കാം. അതുപോലെ തന്നെ പവർ ഓഫ് ദി ലെൻസ്, ലെൻസിന്റെ പവറും കൂടുതലായിരിക്കാം. ആ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് സംഭവിക്കാം? ഈ ഷോർട്ട് സൈറ്റ്നസ് ഉണ്ടാവാം. ഇനി സൈസ് ഓഫ് ദ ഐബോൾ നോർമൽ ആയിരുന്നാലും കേട്ടോ, ഇഫ് അതും പറയാം കേട്ടോ, ഇഫ് സൈസ് ഓഫ് ദി ഐബോൾ, സൈസ് ഓഫ് ദ ഐബോൾ നോർമൽ ആയിരുന്നാലും പവർ ഓഫ് ദി ലെൻസ് കേട്ടോ, പവർ ഓഫ് ലെൻസ് കൂടുതലായിരുന്നാലും ഈ കേസ് സംഭവിക്കും. ഐബോളിന്റെ സൈസ് കൂടുതലായിരുന്നാലും സംഭവിക്കാം, ലെൻസിന്റെ പവർ കൂടിയിരുന്നാലും സംഭവിക്കാം. ഇനി ഐബോളിന്റെ സൈസ് നോർമൽ ആയിരുന്നാലും ലെൻസിന്റെ പവർ കൂടിയിരുന്നാലും ഈ ഒരു ഡിഫക്റ്റ് സംഭവിക്കാം. പക്ഷെ ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കണ്ടേ? അപ്പൊ അതിനൊരു റെമഡി വേണമല്ലോ, ഒരു സൊല്യൂഷൻ വേണമല്ലോ. അപ്പൊ എന്താണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇതാ നോക്കിയേ, നമുക്ക് കാണാൻ ഇവിടെയാണ് ഇമേജ് ഉണ്ടാകും, ദൂരെയുള്ള വസ്തുക്കളുടെ ഇമേജ് ഇതാ ഇവിടെ ഉണ്ടായി, റെറ്റിനയുടെ ഫ്രണ്ടിലാണ്. അത് കറക്റ്റ് ചെയ്തു. ഏത് ലെൻസ് ഉപയോഗിച്ചിട്ടാണ്? ഇത് ഏത് ലെൻസ് ആണ്? ഒരു കോൺകേവ് ലെൻസ് കണ്ടോ, ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ചപ്പോ കറക്റ്റ് ആയിട്ട് ഇമേജ് ഇവിടെ വന്നത് കണ്ടോ, റെറ്റിനയിൽ തന്നെ പതിച്ചു. ക്ലിയർ ആയല്ലോ? അപ്പം ഷോർട്ട് സൈറ്റ്നസ് ഉള്ളവര് ഏത് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്? കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഷോർട്ട് സൈറ്റ്നസിനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം. അനുയോജ്യമായ പവർ ഉള്ള കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് ഇത് പരിഹരിക്കാം. ഏതാണ്? ഷോർട്ട് സൈറ്റ്നസ്. നോർമലി എല്ലാവർക്കും ഉള്ള ഈ ഒരു പ്രശ്നമാണ്. നോർമലി കണ്ണാടി വെക്കുന്നവർ, ഇപ്പൊ എനിക്കൊക്കെ ആണെങ്കിലും കണ്ണാടി വെച്ചുള്ള പിക്ചേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം തമിഴിലൊക്കെ കാണാമല്ലോ പിക്ചേഴ്സ്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ലെൻസും ഇത് തന്നെയാണ്, കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം എനിക്ക് ഒരു പരിധിയിൽ അപ്പുറമുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കുന്നില്ല. നോർമലി ജനറലി കൂടുതലായിട്ട് ആൾക്കാർക്കും ഈ ഒരു ഡിഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. അത് ഒന്നെങ്കിൽ ഐബോളിന്റെ പ്രശ്നം വരാം, അല്ലെങ്കിൽ ലെൻസിന്റെ പവറിന് കൂടുതലായിരുന്നാലൊക്കെയാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഷോർട്ട് സൈറ്റ്നസ് അല്ലെങ്കിൽ മയോപ്പിയ, ആ 2 പേരുകൾ ഓർത്ത് ഇതാണ്. ഷോർട്ട് സൈറ്റ്നസ് എന്ന് പറയാണ്ട് മയോപ്പിയ എന്ന് പറയാൻ കേട്ടോ. മയോപ്പിയ ഓർത്തോണം, മയോപ്പിയ അല്ലെങ്കിൽ നിയർ സൈറ്റ്നസ് കേട്ടോ. ഇതിനൊക്കെ കാരണം എന്താണ്? ഐബോളിന്റെ സൈസ് കൂടുതലാവും, പവർ കൂടുതലാവും. അതിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? യൂസിങ് കോൺകേവ് ലെൻസ്, അല്ലെ, സ്യൂട്ടബിൾ പവറിലുള്ള കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് നമുക്കിത്
മനസ്സിലായല്ലോ? അപ്പൊ അതാണ് ഷോർട്ട് സൈറ്റ്നെസ്. മനസ്സിലാക്കോട്ടെ, ഡെഫിനേഷനൊക്കെ മനസ്സിലാക്കിയിരിക്കും കേട്ടോ. For some persons, even though nearby objects can be seen clearly, they may not be able to see distant objects clearly. This defect is a nearsightedness അല്ലെങ്കിൽ short sightedness. The far point of such persons will not be at infinity. അങ്ങനെയുള്ളവരുടെ ഫാർ പോയിന്റ് കേട്ടോ, അങ്ങനെയുള്ളവരുടെ ഫാർ പോയിന്റ് എന്നാണ് കേട്ടോ, അങ്ങനെയുള്ളവരുടെ ഫാർ പോയിന്റ് ഇൻഫിനിറ്റി ആയിരിക്കും. ഇറ്റ് വിൽ ബി ഡെഫിനിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഐ. ചിലർക്ക് അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാമെങ്കിലും അകലെയുള്ള വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. അത്തരം നേത്രപരിമിതിയാണ് ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടിയുള്ളവരുടെ നേത്രങ്ങളുടെ ഫാർ പോയിന്റ് അനന്തതയിലായിരിക്കും, അല്ല കണ്ണിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിലായിരിക്കും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളതാ. നോക്കിയേ, ഈ ഒരു ചിത്രം നോക്കിയേ. ഇമേജ് എവിടെ ഉണ്ടായിരിക്കുന്നത്? ബിഹൈൻഡ് ദ റെറ്റിന അല്ലെ. ഇമേജ് എവിടെ ഉണ്ടായി? ബിഹൈൻഡ് ദ റെറ്റിന. റെറ്റിനയുടെ പുറകുഭാഗത്തും ഉണ്ടായി അല്ലേ, പുറകുഭാഗത്തുണ്ടായി. അപ്പൊ ഞാൻ നോക്കിയേ, ആ ഒരു സിറ്റുവേഷൻ നോക്കി. ഇതാണ് എൻ ഡാഷ് എന്ന് എഴുതിയിരിക്കുന്നത്, അതായത് നിയർ പോയിന്റ് ആണ്. അതായത് അടുത്തുള്ള വസ്തുക്കളുണ്ടോ, അടുത്തുള്ള വസ്തുക്കളുടെ ഇമേജ് അത് എവിടെയായിട്ടുണ്ടായിട്ടുണ്ട്? റെറ്റിനയുടെ പുറകുവശത്തായിട്ടുണ്ടായി. ആ സമയം ദൂരെയുള്ള ഒരു വസ്തുവിന്റെ ഇമേജ് കറക്റ്റ് ആയിട്ട് റെറ്റിനയിലുണ്ടായി. അത് എന്തായിരിക്കും ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുന്നത്? അടുത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കുന്നില്ല. കാരണം ഇമേജ് ഇവിടെ റെറ്റിനയുടെ പുറകിലുണ്ടായി. പക്ഷെ ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കും. അതാണ് ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ലോങ് സൈറ്റ്നെസ് എന്ന് പറയും. ഹൈപ്പർ മെട്രോപ്പിയ എന്നാണ് കേട്ടോ മറ്റൊരു പേര്. ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റ്നെസ്. അതായത് ചിലർക്ക് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാം. പക്ഷെ എന്താണ്, അടുത്തുള്ള വസ്തുക്കളെ, നിയർ പോയിന്റ് ഉള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. ഈ ഒരു ന്യൂനതയാണ് അല്ലെങ്കിൽ ഈ ഒരു ഡിഫക്റ്റ് ആണ് ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റ്നെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഈ ഒരു ഡിഫക്റ്റ് ഉള്ള ഒരാളുടെ കണ്ണിന്റെ നിയർ പോയിന്റിലേക്കുള്ള അകലം വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ടല്ലേ. നിയർ പോയിന്റ് കണ്ടില്ലേ, അടുത്തുള്ള വസ്തുക്കളെ എങ്ങനെയാണ് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ലല്ലോ. മനസ്സിലായി? അപ്പൊ നിയർ പോയിന്റിലേക്കുള്ള അകലം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെ ഒരാൾക്ക് നിയർ പോയിന്റിലേക്കുള്ള അകലം വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്, അയാൾക്ക് കൃത്യമായിട്ട് ഇമേജ് കാണാൻ സാധിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള ദീർഘദൃഷ്ടിയുള്ള ഒരാളുടെ നിയർ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 25. നിയർ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് മോർ ദാൻ 25 ആയിരിക്കും. മോർ ദാൻ 25 സെന്റിമീറ്റർ ആയിരിക്കും നിയർ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കുന്നില്ല, പുറയിലാണ് ഉണ്ടാകുന്നത്. അപ്പം ആ നിയർ പോയിന്റ് എന്ന് പറയുന്നത് ഇച്ചിരി കൂടുതൽ 25 സെന്റിമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ദാറ്റ് ഈസ് ലോങ് സൈറ്റ്നെസ് അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ. അകലെയുള്ള വസ്തുക്കളെ കാണാം, അടുത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കുന്നില്ല. The near point of a person with a long sightness will be more than 25 centimeter. ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയുടെ നിയർ പോയിന്റ് 25 സെന്റിമീറ്ററിന് കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ റീസൺ എന്തായിരിക്കാം? ഐബോളും പവർ, ലെൻസിന്റെ പവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. അതിന്റെ റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഐബോളിന്റെ സൈസ് കേട്ടോ. ഐബോളിന്റെ സൈസ് എന്ന് പറയുന്നത്, സൈസ് ഓഫ് ഐബോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കുറവായിരിക്കാം. അല്ലെങ്കിൽ എന്താണ്, ലെൻസിന്റെ പവർ കേട്ടോ, പവർ ഓഫ് ലെൻസ് അതും കുറവായിരിക്കാം. മനസ്സിലായല്ലോ? അതൊക്കെയാണ് റീസൺ. ഞാൻ നോക്കട്ടോ. ഫൈൻഡ് ദ റീസൺ ഫോർ ദിസ് ഡിഫക്റ്റ് ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദ ഐബോൾ ആൻഡ് ദ പവർ ഓഫ് ദ ലെൻസ്. സൈസ് ഓഫ് ദ ഐബോൾ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അതുപോലെ ലെൻസിന്റെ പവറും എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ലെൻസിന്റെ പവറും നേത്രഗോളത്തിന്റെ വലിപ്പവും കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഉണ്ടാവുന്നത്. ഇനി ഇതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. അപ്പൊ എന്താ നോക്കിയാൽ, അടുത്തുള്ള വസ്തുക്കളെ കൃത്യമായിട്ട് കാണണമല്ലോ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു? അപ്പൊ അടുത്തുള്ള വസ്തുക്കളെ കൃത്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിന് റെമഡി വേണം. ഇതാ നോക്കിയാൽ എന്താണ് റെമഡി എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഒരു ലെൻസ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ, കണ്ടില്ലേ? അടുത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കില്ല, ഇമേജ് പുറകിലാണ് ഉണ്ടാകുന്നത്. അപ്പം ഏത് ലെൻസാണ് ഉപയോഗിച്ചിരുന്നത്? കോൺവെക്സ് ലെൻസ് കേട്ടോ. കോൺവെക്സ്, സ്യൂട്ടബിൾ പവറിലുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചപ്പോൾ കറക്റ്റ് ആയിട്ട് റെറ്റിനൽ ഇമേജ് വന്നു. മനസ്സിലായല്ലോ? അപ്പം ലോങ് സൈറ്റ്നെസ് can be rectified അല്ലെങ്കിൽ hypermetropia കേട്ടോ, can be rectified using a convex lens with a suitable power. അനുയോജ്യമായ പവർ ഉള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് ഇത് പരിഹരിക്കാം. മനസ്സിലായല്ലോ? അനുയോജ്യമായിട്ടുള്ള പവറുള്ള കോൺവെക്സ് ലെൻസ് ആണ് ലോങ് സൈറ്റ്നെസ് അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ ഡിഫക്റ്റ് ഉള്ളവർ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അടുത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കുന്നില്ല, അകലെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് ഹൈപ്പർമെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റ്നെസ്. അതിന്റെ റീസൺ കേട്ടോ, ഐബോളിന്റെ വലിപ്പം കുറവായിരിക്കാം, ലെൻസിന്റെ പവറും കുറവായിരിക്കാം, അവരുടെ നിയർ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് മോർ ദാൻ
25 സെന്റിമീറ്റർ ആയിരിക്കും. ദിസ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ യൂസിങ് കോൺവെക്സ് ലെൻസ് വിത്ത് സ്യൂട്ടബിൾ പവർ. ഓക്കെ ആണല്ലോ? ഡെഫിനിഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കുക. സിൻസ് ഇമേജ് ഈസ് നോട്ട് ഫോംഡ് അറ്റ് ദ റെറ്റിന, ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ഫോംഡ് അറ്റ് ദ റെറ്റിന, നിയറർ ഒബ്ജക്ട്സ് കനോട്ട് ബി സീൻ ക്ലിയർലി ഈവൻ ദോ distant objects are clearly seen. This defect of the eye is a long sightedness. The near point of eye of such person will be at a distance of more than 25 centimeter. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാമെങ്കിലും പ്രതിബിംബം റെറ്റിനയെ കൃത്യമായി രൂപപ്പെടാത്തത് മൂലം ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. കണ്ണിന്റെ ഈ വൈകല്യമാണ് ദീർഘദൃഷ്ടി. ഇത്തരത്തിലുള്ള വ്യക്തിയുടെ നേത്രങ്ങളുടെ നിയർ പോയിന്റ് 25 സെന്റിമീറ്ററിലും കൂടുതൽ ആയിരിക്കും. ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പി. മനസ്സിലായല്ലോ? 2 ഡിഫക്റ്റുകൾ നമ്മൾ കണ്ടു. ഇനി പ്രായമായവരിൽ പ്രായമായവരിൽ ഒരു വേറൊരു ഡിഫക്റ്റ് കൂടെ കാണാറുണ്ട്. അതിനെ പറയുന്ന പേരാണ് പ്രസ് ബയോപ്പിയ, അല്ലെങ്കിൽ എന്താണ് വെള്ളെഴുത്ത് എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രായമായ ആൾക്കാരൊക്കെ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ മാറ്റി പിടിച്ച് വായിക്കുന്നത് കാണാം. എന്താണ്, നമുക്ക് അടുത്തുള്ള വസ്തുക്കൾ നിയർ പോയിന്റ് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് നോർമൽ നിയർ പോയിന്റ് ഉണ്ട്, അതിനേക്കാളും ദൂരം ആയിരിക്കും അവരുടെ നിയർ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം അതാണ് വെള്ളെഴുത്ത് എന്ന് പറഞ്ഞത്. അതിന് കാരണം എന്ന് വെച്ചാൽ സിലിയറി പേശികളുണ്ട്. പ്രായമാകുമ്പോൾ സിലിയറി പേശികളുടെ ഒക്കെ എന്താണ് എബിലിറ്റി അവിടെ കുറയും. സിലിയറി പേശികളുടെ എബിലിറ്റി കുറയാം. ലെൻസ് എന്താണ് നല്ലോണം ഹാർഡൊക്കെ ആവും. പ്രായമാകുമ്പോൾ ലെൻസ് നല്ലോണം ഹാർഡാവും. അല്ലെങ്കിൽ സിലിയറി പേശികളുടെ ഒക്കെ ക്ഷമത അല്ലെങ്കിൽ എബിലിറ്റി ഉണ്ടല്ലോ, കൺട്രാക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഒക്കെ ഉണ്ടല്ലോ, റിലാക്സ് ചെയ്യാനുള്ള എബിലിറ്റി ഒക്കെ കുറയും പ്രായമാകുമ്പോൾ. അപ്പോഴാണ് ഈ ഒരു ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. വെള്ളെഴുത്ത് എന്ന് പറയും, പ്രസ് ബയോപ്പിയ. ക്ലിയർ ആയാലോ? നമുക്കറിയാം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐനെ സംബന്ധിച്ചോളം നിയർ പോയിന്റ് എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ് അല്ലേ? വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ടു ദ നിയർ പോയിന്റ് ഫോർ എ ഹെൽത്തി ഐ? എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ്. പ്രായമായവരിൽ എങ്ങനെയാണ്? നിയർ പോയിന്റിലേക്കുള്ള അകലം 25 സെന്റിമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും. അതിന് കാരണം എന്താണ്? സിലിയറി പേശികളുടെ ക്ഷമത കുറയുന്നത്. അതുപോലെ തന്നെ ലെൻസ് ഹാർഡ് ആവുന്നതും റീസൺ ഉണ്ട് കേട്ടോ. ക്ലിയർ ആയല്ലോ? ഇതാ നോക്കാം. For older people, the distance to the near point may be more than 25 centimeter. അതൊക്കെ ചോദിക്കാം കേട്ടോ. For elder people, distance to the near point may be more than 25 centimeter. What is the defect എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ the defect is known as എന്താണ്? പ്രസ് ബയോപ്പിയ. This is because അതിന് കാരണം എന്താണ്? റീസൺ ഒക്കെ ചോദിക്കാം കേട്ടോ. Efficiency of the ciliary muscles decreases. സിലിയറി മസിൽസിന്റെ എഫിഷ്യൻസി കുറയുന്നു. അതുപോലെ തന്നെ ലെൻസ് ഹാർഡ് ആവുന്ന റീസൺ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന സിലിയറി മസിൽസിന്റെ എഫിഷ്യൻസി കുറയുന്നതാണ്. സച്ച് പീപ്പിൾ ഹാവ് ലെസ് പവർ ഓഫ് അക്കോമഡേഷൻ. ഇതിനെ പറയുന്ന പേരാണ് പ്രസ് ബയോപ്പിയ. ക്ലിയർ ആയാലും പ്രായം കൂടിയവർക്ക് നിയർ പോയിന്റിലേക്കുള്ള അകലം എത്രയാണ്? 25 സെന്റിമീറ്ററിനേക്കാളും കൂടുതലായിരിക്കും. ഇതിന് കാരണം സിലിയറി പേശികളുടെ ക്ഷമത കുറയുന്നതാണ്. അതായത് അത്തരക്കാർക്ക് പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് കുറവായിരിക്കും. ഇതാണ് വെള്ളെഴുത്ത്. ഇത് പരിഹരിക്കുന്നത് നോർമലി ബൈഫോക്കൽ ലെൻസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ബൈഫോക്കൽ ലെൻസ് അതായത് 2 ലെൻസുകൾ ഉപയോഗിക്കാറുണ്ട്. അതായത് കോൺവെക്സും കോൺകേവ്. അതായത് നിങ്ങൾ കണ്ടില്ല, കോൺവെക്സും കോൺകേവ് ഞാൻ അങ്ങനെ പറയുന്നില്ല. ഈ ഉള്ളിൽ ഒരു ഗ്ലാസ് ഇരിക്കുന്നതാണ് കാണാൻ, അത് കോൺവെക്സ് ലെൻസ് ആണ്. അത് ഈ ഒരു ഡിഫക്റ്റിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നത്. 2 ഫോക്കൽ എന്നുള്ള ലെൻസ് ഉപയോഗിക്കാം. നോർമലി ഉള്ള ലെൻസും ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ചെറിയ അല്ലേ ഒരു റൗണ്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ല, ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഉള്ള കണ്ണാടികളിൽ അങ്ങനെ റൗണ്ട് കാണില്ല, 2 കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഗ്ലാസ്സുകൾ ഉണ്ട്. അങ്ങനെയുള്ള ഗ്ലാസ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് കോൺവെക്സ് ലെൻസ്, സ്യൂട്ടബിൾ പവറിലുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത് പരിഹരിക്കുന്നത്. ദിസ് ക്യാൻ ബി ഓവർകം യൂസിങ് കോൺവെക്സ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ പവർ. നിങ്ങളുടെ മനസ്സിലാക്കിയിരിക്കും കേട്ടോ. ബൈഫോക്കൽ ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. 2 കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ലെൻസുകളുണ്ട്. എങ്കിലും ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാണ്, കോൺവെക്സ് ലെൻസ് പ്രസ് ബയോപ്പിയ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് പരിഹരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ ദാറ്റ് ഈസ് വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപ്പിയ. ഇപ്പൊ ക്ലിയർ ആയല്ലോ? ബൈഫോക്കൽ ലെൻസ് ഉദ്ദേശിക്കുന്ന കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ആണ്. ഇപ്പൊ ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ വേണ്ടി നമ്മൾ എന്താണ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നു പറഞ്ഞു. അപ്പം അടുത്തുള്ള വസ്തുക്കളെ കാണാൻ വേണ്ടി കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ മോഡേൺ ആയിട്ടുള്ള സെപ്പറേഷൻ ആയിട്ട് കാണില്ല. നിങ്ങൾ പ്രായമായവരുടെയൊക്കെ നോക്കിയാൽ കാണും, ഇങ്ങനെ ലെൻസ് ഉണ്ടാവും, അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ ലെൻസ് കാണും. ഇപ്പം അതിന്റെ പ്രോഗ്രസീവ് ലെൻസ് എന്ന് പറയും. ഇത് 2 കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒറ്റ ഒരു ലെൻസ് ഉണ്ട്. നമുക്ക് ആ സെപ്പറേഷൻ അവിടെ കാണൂല. ഈ ഒരു സെപ്പറേഷൻ ഇല്ലാത്ത രീതിയിലുള്ള പ്രോഗ്രസീവ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോഴൊക്കെ കറക്റ്റ് ചെയ്യുന്നത്. എന്തായാലും കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ബൈഫോക്കൽ ലെൻസ് ആണ്, കോൺകേവും കോൺവെക്സും ഉണ്ട്. അതിൽ പ്രസ് ബയോപ്പിയനെ നമ്മൾ എന്താണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് കറക്റ്റ് ചെയ്യുന്നത്. മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ദാറ്റ് ഈസ് ദ ഡിഫക്ട്സ് ഓഫ്
ഐ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണിൻ്റെ ഡിഫക്റ്റുകൾ ഏതൊക്കെയാണ്, കണ്ണിൻ്റെ ഡിഫക്റ്റുകൾ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഒന്ന് ബിഹൈൻഡ് ദ റെറ്റിനൽ ഇമേജ് വരാം, അതുപോലെ തന്നെ ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റിന ഇമേജ് വരാം. അപ്പോൾ അതൊക്കെ ഡിഫക്റ്റുകളാണ്. അപ്പം ഓരോരോ കേസിലും ഫ്രണ്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് സൈറ്റ്നെസ് ആണ്. അതിന് നമുക്ക് അതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക, അതിനെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക കേട്ടോ. 2 കേസുകൾ. അതുപോലെ പ്രായമായവരിൽ കാണുന്നതാണ് പ്രസ് ബയോപ്പിയ കേട്ടോ. അതിന് കാരണം ചോദിക്കാം കേട്ടോ. ഡെഫിഷ്യൻസി ഓഫ് സിലിയറി മസിൽസ് ഡിക്രീസ് ചെയ്യുന്നു, അതാണ് അതിൻ്റെ റീസൺ. ഇങ്ങനെ റെക്ടിഫൈ ചെയ്യും. ക്ലിയർ ആയാലോ? ദാറ്റ് ഈസ് ഐ ആൻഡ് വിഷൻ, കണ്ണും കാഴ്ചയും. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ ഒരു ലാസ്റ്റ് ഒരു സെക്ഷനാണ് നമുക്ക് നോക്കാനുള്ളത്. പ്രകാശ മലിനീകരണം, ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ അല്ലേ. അപ്പം ലൈറ്റ് പൊല്യൂഷൻ, ഇല്ല ലൈറ്റ് പൊല്യൂഷൻ ഉണ്ട്, കണ്ടില്ലേ ഈ ചിത്രത്തിൽ തന്നെ കാണാം. ലൈറ്റ് പൊല്യൂഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ, അമിതമായിട്ട് ലൈറ്റ് ഉപയോഗിക്കുക, ഇല്ല അമിതമായ അളവിൽ ലൈറ്റ് ഉപയോഗിക്കുക. ഒരു എന്താണ് നമുക്ക് ആലോചിക്കാതെ പ്രത്യേകം ചുമ്മാ ലൈറ്റുകൾ ഇടുക, അതാണ് ലൈറ്റ് പൊല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. The use of light in excess in a non-judicious manner is referred to a light pollution. അമിതമായ അളവിലും വിവേചനരഹിതമായ രീതിയിലുമുള്ള പ്രകാശത്തിന് ഉപയോഗമാണ് പ്രകാശ മലിനീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഒരുപാട് ലൈറ്റ് അടിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ പക്ഷികളൊക്കെ ഉണ്ടല്ലോ, പക്ഷികൾക്കൊക്കെ ഒരുപാട് ലൈറ്റുകളൊന്നും അവരുടെ കണ്ണിന് പറ്റില്ല. അപ്പം അങ്ങനെ ഒരുപാട് കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടില്ല. അപ്പം അതൊക്കെ എന്താണ്, പ്രകാശ മലിനീകരണമാണ്. ഇതാ നോക്കുക കേട്ടോ. Although light is essential for the survival of life on Earth, artificial light harms a natural habitat of the biosphere. Light pollution refers to the creation of artificial light in excessive amount and intensity. Artificial light adversely affects the reproduction and production of many nocturnal animals. കേട്ടോ, അതായത് ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് പ്രകാശം അനിവാര്യമാണ്. പക്ഷെ കൃത്രിമ പ്രകാശം ജീവമണ്ഡലത്തിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. അമിതമായ അളവിലും തീവ്രതയിലും കൃത്രിമ പ്രകാശം സൃഷ്ടിക്കുന്നതിനാണ് പ്രകാശ മലിനീകരണം എന്ന് പറയുന്നത്. നിശാചരികളായ പല ജീവികളെയും പ്രജനനം, ഇരതേടൽ എന്നിവയെ കൃത്രിമ പ്രകാശം ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. ആയാലോ? അതാ നോക്കി. എക്സസ് ഓഫ് ആർട്ടിഫിഷ്യൽ ലൈറ്റ് അഡ്വേഴ്സ്ലി അഫക്ട്സ് ദ നാച്ചുറൽ ആക്ടിവിറ്റീസ്, മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഓഫ് ഹ്യൂമൻസ്. വാട്ട് ആർ ദ അതർ കോൺസിക്വൻസ് ഓഫ് ലൈറ്റ്? മനുഷ്യന്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളെയും മാനസികാരോഗ്യത്തെയൊക്കെ കൃത്രിമ പ്രകാശത്തിന്റെ ആധിക്യം ദോഷകരമായി ബാധിക്കും. ഇല്ല ഒരുപാട് ലൈറ്റ് നമുക്ക് വേണം, ലൈറ്റ് വേണം, പക്ഷെ ഒരുപാടൊക്കെ അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ കണ്ണിന് പ്രശ്നം ഉണ്ടാകാം, മറ്റും അല്ലെ മെന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ ചിലപ്പോൾ അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പം എന്തൊക്കെയാന്ന് നോക്കാം, എന്തൊക്കെ കോൺസിക്വൻസുകളാണ് പ്രകാശ മലിനീകരണം മൂലം ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട് നോക്കിയേ. വാട്ട് ആർ ദ കോൺസിക്വൻസ് ഓഫ് ലൈറ്റ് പൊല്യൂഷൻ? ലൈഫ് സൈക്കിൾ ഓഫ് ലിവിംഗ് ബീയിങ്സ് വിൽ ബി അഫക്റ്റഡ് അഡ്വേഴ്സ്ലി. ജീവജാലങ്ങളുടെ സ്വാഭാവിക ജീവിതക്രമത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെന്താണ്? സ്കൈ വാച്ചിങ് ബിക്കംസ് ഇമ്പോസിബിൾ ഡ്യൂ ടു ഡിമിനിഷ്ഡ് സ്കൈ വിഷൻ. ഇപ്പൊ ആ സ്കൈ വാച്ച് ഒക്കെ നടത്തുന്നവരുണ്ടല്ലോ, അപ്പം ആകാശക്കാഴ്ച മറയ്ക്കുന്നത് മൂലം വാനനിരീക്ഷണം അസാധ്യമാകുന്നുണ്ട്. The light from tall flat misleads the migrating birds. It affects the accuracy of their judgment of direction. വലിയ ഫ്ലാറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഈ വലിയ ഫ്ലാറ്റുകളിലൊക്കെ പ്രകാശം എങ്ങനെയാണ് ദേശാടന പക്ഷികളുടെയൊക്കെ ദിശയുടെ ഡയറക്ഷനൊക്കെ മാറ്റിക്കുന്നുണ്ട്. അതുപോലെ തന്നെ the excess light from the high beam of headlight in vehicles causes hindrance to the vision of others and can cause accidents. അല്ലേ, വാഹനങ്ങളുടെ ഹെഡ്ലാമ്പുകളിൽ നിന്നുള്ള ഹൈ ബീമിന്റെ അമിത പ്രകാശം മറ്റുള്ളവരുടെ കാഴ്ചയ്ക്ക് തടസ്സമുണ്ടാക്കുകയും അതുവഴി അപകടം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പം പ്രകാശ മലിനീകരണത്തിന് അനന്തര ഫലങ്ങൾ ഇതൊക്കെയാണ്, കോൺസിക്വൻസസ് ഇതൊക്കെയാണ്, അതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ക്ലിയർ ആയാലോ ലൈറ്റ് പൊല്യൂഷൻ എന്താന്നുള്ളത്? ക്ലിയർ ആക്കിയിരിക്കുക, മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പം ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, രസകരമായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. നമ്മൾ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇല്ലേ. മഴവില്ല്, അതുപോലെ തന്നെ നമ്മുടെ സ്കൈയുടെ ബ്ലൂ കളറിന് കാരണം, അതുപോലെ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ല, അത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ, അതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കോട്ടെ. കളേഴ്സിന്റെ കാര്യങ്ങളൊക്കെ അല്ലേ, രസമല്ലായിരുന്നോ കളേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ? കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഈ ഒരു ചാപ്റ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ ഒക്കെ ഒന്നുകൂടെ കാണുക. അത്രയ്ക്കും വിശദീകരിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. മാക്സിമം പോയിന്റുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വീഡിയോ ഒന്ന് കാണുക.
പിന്നെയും ഡൗട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പം ഈ ഒരു ചാപ്റ്ററിന് നമുക്കിനി ലെറ്റേഴ്സസ് ആണുള്ളത്. അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്